വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ആൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ കൂട്ടുകാരനെന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലെ ആളുകൾ വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസത്തിലും മുഴുകിയ കാലം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വരെ അവർ ദൈവങ്ങളാക്കിയിരുന്നു. നാട്ടിലെ മുഖ്യ പുരോഹിതനായിരുന്ന ആസറിന്റെ മകനായിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ചെറുപ്പത്തിൽ തന്നെ വിഗ്രഹാരാധനയിലെ വിവരക്കേട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബോധ്യമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പ്രതിമകളെ ആരാധിക്കുന്നത്? ഇവയൊന്നും കേൾക്കുകയുമില്ല, കാണുകയുമില്ല, മിണ്ടുകയുമില്ലല്ലോ. നിങ്ങൾ എന്താണ് ഇവരോട് സഹായം ചോദിക്കുന്നു? നിങ്ങൾക്ക് എന്തു പറ്റി? ഞങ്ങളുടെ പിതാമഹന്മാർ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു, അതുപോലെ ഞങ്ങളും ചെയ്യുന്നു. അവർ മറുപടി നൽകി. നൂഹ് നബിയുടെയും ഹൂദ് നബിയുടെയും കാലത്തെ ജനങ്ങൾ നൽകിയ അതേ മറുപടി. ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു തുടങ്ങിയതോടെ ഇബ്രാഹിം നബിയുമായി ജനങ്ങളിൽ ചിലർ അകന്നുപോയി. എതിർപ്പിന് മുമ്പിൽ സ്വന്തം പിതാവായിരുന്നു ആസർ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടും തന്റെ മനസ്സിലുള്ള സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം നാട്ടുകാരുടെ ഉത്സവദിനം വന്നെത്തി. ഇബ്രാഹിം നബി ഒഴികെ ബാക്കി എല്ലാവരും ഉത്സവ സ്ഥലത്തേക്ക് പോയി. ഇത് തന്നെ പറ്റിയ അവസരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മഴവുമായി ആരാധനാലയത്തിലേക്ക് കയറി. അകത്ത് നിറയെ ചെറുതും വലുതുമായ വിഗ്രഹങ്ങൾ. ഒരു വലിയ വിഗ്രഹം ഒഴികെ ബാക്കി എല്ലാത്തിനെയും അദ്ദേഹം വെട്ടിമുറിച്ചു. ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ആ മഴ തൂക്കിയിട്ടു. നാട്ടുകാർ വന്നപ്പോൾ ദൈവങ്ങൾ അതാ നിലത്ത്. നാട്ടുമൂപ്പന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്തു, ഇതിനൊക്കെ ആരാണ് തച്ചുടച്ചത്? അതാ അവിടെ ഒരു വിഗ്രഹം, അതിനോട് ചോദിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി നൽകി,